ഇന്നിപ്പോൾ രാവിലെ പുട്ടാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാഴക്കൊല വെട്ടിയിരുന്നു. അത് ആദ്യമായിട്ടുണ്ടായതാണ്. അത് റോബസ്റ്റ പഴത്തിൻ്റെയാണ്, റോബസ്റ്റയാണ് വാഴ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അത് പഴുക്കുന്നില്ലല്ലോ, അത് മൂത്തിട്ടില്ല വിചാരിച്ചിരുന്നിരുന്നു. പക്ഷേ അത് പഴുക്കുന്നുണ്ടായിരുന്നു. അത് കളറ് വെക്കില്ലല്ലോ, റോബസ്റ്റ അങ്ങനെ മഞ്ഞ കളറ് വല്ലാതെ ഒന്നും ആവില്ല. ഏട്ടൻ നോക്കിയപ്പോൾ അത് പഴുത്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ പുട്ടുണ്ടാക്കി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും എണീക്കാനൊക്കെ ഒന്ന് വൈകി. ഇന്ന് ആർക്കും എവിടെയും പോവണ്ടല്ലോ. പഴം ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും വേറെ കറിയൊന്നും വേണ്ട പുട്ടിന്. എനിക്ക് പക്ഷേ എന്തെങ്കിലും കറിയായിട്ട് വേണം. അപ്പം ഞാൻ കുറച്ച് ചെറുപയറെടുത്തിട്ട് കറി ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ അടുപ്പ് കത്തിച്ചു ചുക്കുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. കുറേ പേപ്പറുകളും കാർഡ്ബോർഡ് കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും. ഏട്ടൻ്റെ ആയിട്ടും മോളുടെ ആയിട്ടൊക്കെ ഓരോന്നിൻ്റെയൊക്കെ പെട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനതൊക്കെ കത്തിക്കാനാണ് എടുക്കാറ്. അതൊക്കെ ഉണ്ടാവുമ്പോൾ തീ പിടിപ്പിച്ച് കിട്ടാൻ എളുപ്പമാണ്. പുട്ടൊക്കെ റെഡിയായപ്പോൾ ഞാൻ രണ്ടുപേർക്കും വേഗം ഭക്ഷണം കൊടുത്തു. രണ്ടുപേരും എണീറ്റ് വന്നപ്പോൾ ഇതായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം മോളോട് വേഗം കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. നല്ല ദിവസങ്ങൾ രാമായണ മാസമൊക്കെ അല്ലേ, അപ്പോൾ വേഗം കുളിച്ച് വിളക്കൊക്കെ കൊളുത്താൻ പറഞ്ഞിട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വേഗം എന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു. അവർ രണ്ടുപേരും വേഗം കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു കേട്ടോ. അടുപ്പത്ത് ബാക്കി ഉണ്ടായിരുന്ന പൊടിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടിയും അടുപ്പത്തുനിന്ന് എടുത്ത് ഇവിടേക്ക് കൊടുന്ന് വെച്ചു. ഞാൻ പുറത്ത് അടുക്കളയിലാണ് പാചകമൊക്കെ ചെയ്യാറ്. അവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ട് അങ്ങനെ കെട്ടിയിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ അവിടെ തന്നെ അടുപ്പും എല്ലാം സെറ്റ് ചെയ്തിരിക്കണം. അവിടെയാണ് പാചകമൊക്കെ. അതിൻ്റെ ഇടയിൽ മോൾക്ക് ചെറുപയർ കറി വിളമ്പി കൊടുത്തതിന് ദേഷ്യപ്പെട്ടിട്ടിരിക്കുക. അവൾക്ക് പഴം മാത്രം മതി, കറി വേണ്ട പറഞ്ഞിട്ട്. പയറൊക്കെ കഴിക്കണം പറഞ്ഞ് ദേഷ്യപ്പെട്ടതിൻ്റെയാണ് ഇപ്പോൾ ആ മോറുപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പൊന്നുവിന് പച്ചക്കറി കഴിക്കാൻ നല്ല മടിയാണ്. അവൾക്ക് എപ്പോഴും നോൺ വെജ് മാത്രമേ വേണ്ടൂ. അതുണ്ടെങ്കിൽ അവൾ മര്യാദയ്ക്ക് ഭക്ഷണം തന്നെ കഴിക്കുകയുള്ളൂ. എന്തുണ്ടാക്കി കൊടുത്താലും നോൺ വെജ് ഉണ്ടോ എന്ന് മാത്രമാണ് അവളുടെ ചോദ്യം. അതിൻ്റെ ഇടയിൽ നാളെ ക്ലാസ്സില്ല, ലോകകപ്പ് ഫൈനലാണ്, അതിൻ്റെ ഒഴിവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അരിക്ക് വെള്ളം വെച്ച് നോക്കുമ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിട്ടു. ഞാൻ കുക്കറിലാണ് കേട്ടോ അരി ഇടാറ്. എനിക്കതാണ് സൗകര്യം. ഒരാവി വന്നാൽ തന്നെ എനിക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അത് കഞ്ഞി കിട്ടില്ലേ എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ആവാറില്ല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. ഇന്നിപ്പോൾ ഉണ്ണിപ്പിണ്ടിയും മുതിരയും കൂടി തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മുതിര കുറച്ചെടുത്ത് കഴുകി ഞാൻ ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കുക ചെയ്യാറ്. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ ഏട്ടനോടൊരു തേങ്ങ എടുത്തിട്ട് വരാൻ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിൽ നിന്ന്. തേങ്ങയൊക്കെ ഏട്ടൻ പൊളിച്ച് വന്നു, അത് ചിരവിയും തന്നു. അപ്പോൾ ഞാൻ ഏട്ടനെ വീഡിയോ എടുത്തപ്പോൾ ഏട്ടൻ പറയാനും ഭാവിയിലെ സൂപ്പർ സ്റ്റാറാണ്, ഇങ്ങനെ തേങ്ങ ചിരവയുടെ വീഡിയോ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഇതൊക്കെ വെന്തു, മുതിരയൊക്കെ വെന്തു. അപ്പം ഞാനതിലേക്ക് ഉണ്ണിപ്പിണ്ടി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വിസിൽ വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വേഗം ആവുമല്ലോ വിചാരിച്ചിട്ട് അതും കൂടി അടുപ്പത്തിട്ടിട്ട് വേഗം അടച്ചു വെച്ചു. അതിലേക്ക് ഞാൻ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ച് വെച്ചു. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി ഒരു വെള്ളരിക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം വെള്ളരിക്ക അരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരു പച്ചമുളകും ഇട്ടു. എന്നിട്ട് അടുപ്പത്ത് വെച്ചു. ഞാൻ കൽച്ചട്ടിയിലാണ് വെക്കണേ കേട്ടോ. അത് ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഗ്യാസ് ഓഫ് ചെയ്താലും പിന്നെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ കൽച്ചട്ടിയുടെ ഒരു പ്രത്യേകത. കാളനൊക്കെ വെക്കാൻ അടിപൊളിയാണ്, കൽച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതിലേക്കുള്ള അരപ്പിലേക്ക് ഞാൻ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും തൈരും ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തു. ചോറ് നോക്കിയപ്പോൾ അത് വാർക്കാറായി. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അത് വാർത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ നമ്മുടെ മുതിരയും ഉണ്ണിപ്പിണ്ടിയും കൂടിയുള്ള അത് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തുണ്ട്. എന്നാൽ വറുത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പാനൊക്കെ വെച്ചിട്ട് കടുകും മുളകും വേഗം വറുത്തിട്ടു. അതിലേക്ക് വേവിച്ച് വെച്ച ഉണ്ണിപ്പിണ്ടിയും മുതിരയും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ ഇട്ടപ്പോൾ എന്താ പറ്റിയ വെച്ചാൽ ഇത്തിരി വെള്ളം അതിലേക്ക് വീണു. അപ്പോൾ അതൊന്ന് പറ്റട്ടെ വിചാരിച്ചു ഒന്ന് 5 മിനിറ്റ് അതൊന്ന് അവിടെ വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ വെള്ളരിക്ക അരപ്പൊഴിച്ചിട്ട് സെറ്റാക്കി. അരപ്പൊഴിച്ച് അതൊന്ന് പതഞ്ഞ് വന്നപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് വറുത്തിടാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ തൈരിന് തീരെ പുളി പോരാ. അപ്പോൾ ഞാൻ 2 തക്കാളിയും കൂടി ഇട്ട് വറുത്തിടാമെന്ന് വിചാരിച്ചു. 2 തക്കാളി അരിഞ്ഞിട്ടാണ് വറുത്തിട്ടത്. അപ്പോൾ ശരിയായി. ഇവിടെ ഏട്ടൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറാണ് പതിവ്. പുളി കുറവുണ്ടെങ്കിൽ 2 തക്കാളി വറുത്തിടുമ്പോൾ ഇട്ടിട്ട് നല്ലോണം വഴറ്റി അത് ആ കറിയുടെ കൂടെ ചേർക്കും. അപ്പോൾ നല്ല പുളി പാകമായിട്ട് കിട്ടും. ആവശ്യത്തിനുള്ള പുളി നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള തക്കാളി ചേർത്തിട്ട് നല്ലോണം വഴന്ന് നല്ല ഇതായിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മളതിന് ചേർത്ത് കഴിഞ്ഞാൽ പുളി പാകത്തിന് കിട്ടും. അങ്ങനെ ചെയ്യാറാണ് പതിവ്. അതിൻ്റെ ഇടയിൽ തോരനുള്ള ആ ചതച്ച് വെച്ച
തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി അത് സെറ്റാക്കി മാറ്റി വെച്ചു. കറിയിലേക്കുള്ള വറവ് ചേർത്ത് കൊടുത്തിട്ട് വേഗം തോരൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ പപ്പടം ഒന്ന് കാച്ചാണ്ട് പപ്പടം കാച്ചാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതും കൂടി വറുക്കാച്ചിട്ട് കൊണ്ടാട്ടമുളക് വറുത്തു, പപ്പടവും കാച്ചി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വിശപ്പൊക്കെ ആയി. എന്നാൽ പിന്നെ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി. അപ്പോൾ ഇന്ന് ചോറും മോരുകറിയും പപ്പടവും മുളക് വറുത്തതും ഒക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഉച്ചയൂണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നാളെയൊക്കെ കാണാം. തുടർന്നും എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ആവശ്യമാണ്. ഓക്കെ, ബൈ.